എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്തെ പാസ് ബൈ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ കോളിൽ വരുന്ന ആർഗ്യുമെന്റ്സിനെയാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് വരുന്ന ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെയാണ് ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസ് ബൈ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യപ്പെടും. ആ ഫംഗ്ഷനെ കോൾ ചെയ്യപ്പെടുന്ന സമയത്ത് ഈ ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂ നേരെ നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ്സിലേക്ക് കോപ്പി ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അവിടെയാണ്. സോ ഈ ഫോർമൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂവിൽ കുറേയധികം മാറ്റങ്ങൾ വരും. പക്ഷേ ഒരിക്കലും ആ മാറ്റങ്ങൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എന്താണോ ആദ്യം കൊടുത്തിരുന്നത് അത് തന്നെ നിൽക്കും. ആ ഒരു കൺസെപ്റ്റാണ് പാസ് ബൈ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെന്റ്സും അതുപോലെ തന്നെ ഫോർമൽ ആർഗ്യുമെന്റ്സും രണ്ടിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിനെ സ്വാപ്പ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം വഴി ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹെഡർ ഫയൽ എഴുതുന്നു #include stdio.h. അതിനുശേഷം ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. ഞാൻ സ്വാപ്പ് എന്നാണ് കൊടുക്കുന്നത്. ഇൻറ്റ് സ്വാപ്പ് ഇൻറ്റ് കോമ ഇൻറ്റ്. അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ആ ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇൻറ്റ് സ്വാപ്പ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഫംഗ്ഷൻ ബോഡി എഴുതാൻ പോവുകയാണ്. നമ്മളൊരു ടെമ്പററി വേരിയബിൾ വെച്ചിട്ടാണ് ഇവിടെ സ്വാപ്പിംഗ് നടത്താൻ പോകുന്നത്. So int temp is equal to a is equal to b is equal to temp. സോ നമ്മൾ സ്വാപ്പ് ചെയ്യാനുള്ള കോഡ് എഴുതി കഴിഞ്ഞു. ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ എഴുതുക എന്നുള്ളതാണ്. സോ ഞാൻ മെയിൻ ഫംഗ്ഷൻ എഴുതാണ്. മെയിൻ ഇൻറ്റ് എക്സ് കോമ വൈ. അടുത്തെന്ന് പറയുന്നത് പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പേഴ്സ്. സോ നമ്പേഴ്സ് എന്നുള്ള കമാൻഡ് എഴുതി സെമിക്കോളൻ ഇട്ടു. അതിനുശേഷം റീഡ് ചെയ്യാൻ പോവാണ്. scanf %d comma ampersand x comma ampersand y. സോ റീഡ് ചെയ്തു. ഇനി ഞാൻ കൊടുക്കുന്നൊരു കമാൻഡ് ഇതാണ്. printf ബിഫോർ സ്വാപ്പിങ്ങിന് മുമ്പുള്ള ഇതിൻ്റെ വാല്യൂസ് ഒന്ന് പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബിഫോർ സ്വാപ്പിംഗ് x is equal to %d, y is equal to %d /n x, y. സോ ഞാൻ സ്വാപ്പിങ്ങിന് മുമ്പുള്ള എക്സിൻ്റെയും വൈയുടെയും വാല്യൂ പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡാണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാണ്. സ്വാപ്പ് x, y. സോ ഫംഗ്ഷനെ കോൾ ചെയ്തു. അതിനുശേഷം അപ്പോൾ സ്വാഭാവികമായിട്ടും ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിയുമ്പോൾ
സ്വാപ്പിംഗ് നടക്കും. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്ന് പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. printf after swapping x is equal to %d, y is equal to %d, comma x comma y. സോ ഇതാണ് പ്രോഗ്രാം. ഞാൻ എൻ്റെ ഔട്ട്പുട്ട് ഒന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യം ഞാൻ സേവ് ചെയ്യാണ്. സേവ്, ഞാൻ കൊടുക്കുന്ന പേര് സ്വാപ്പ് എന്ന് തന്നെയാണ് കൊടുക്കുന്ന പേര്. സേവ് ചെയ്തു. ഞാനത് റൺ ചെയ്ത് നോക്കാൻ പോവാണ്. സോ എററൊന്നും കാണിക്കുന്നില്ല. നിങ്ങളുടെ ഔട്ട്പുട്ട് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലുതാക്കാണ്. എൻ്റർ ദ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കാൻ പോകുന്ന നമ്പേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10ഉം 10 അതുപോലെ തന്നെ 20 ആണ്. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബിഫോർ സ്വാപ്പിംഗ് എക്സിൻ്റെ വാല്യൂ 10, വൈയുടെ വാല്യൂ 20. ആഫ്റ്റർ സ്വാപ്പിങ്ങും കിട്ടുക എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 10ഉം വൈൻ്റെ വാല്യൂ 20ഉമാണ്. ഇനി നമുക്ക് ഈ കോഡൊന്ന് പരിശോധിക്കാം എന്താ അവിടെ സംഭവിച്ചെന്നുള്ളത്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് നമ്പേഴ്സിനെ മേടിക്കുന്നത്. അപ്പം നമ്മളെടുത്ത എക്സാമ്പിളിനകത്ത് എക്സിൻ്റെ വാല്യൂ 10ഉം വൈയുടെ വാല്യൂ 20ഉമായിരുന്നു. അപ്പം പ്രിൻ്റ് ഓഫ് ബിഫോർ സ്വാപ്പിംഗ് പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പം യു വിൽ ഗെറ്റ് എക്സിൻ്റെ വാല്യൂ 10ഉം വൈയുടെ വാല്യൂ 20. അതിനുശേഷമാണ് സ്വാപ്പ് ഓഫ് എക്സ് വൈ എന്ന് കൊടുക്കുന്നത്. അപ്പം ഈ 10 എന്നുള്ള വാല്യൂ എയിലോട്ട് കോപ്പി ചെയ്യും, അതുപോലെ 20 എന്ന് പറയുന്ന വാല്യൂ ബിയിലോട്ട് കോപ്പി ചെയ്യും. എന്നിട്ട് ഇവിടെ ഇൻ്റർചേഞ്ച് നടക്കും. ഇവിടെ ഇൻ്റർചേഞ്ച് നടന്നു കഴിയുമ്പോൾ പക്ഷേ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. കാരണം എ ബിയുടെ വാല്യൂ ഇങ്ങോട്ട് റിട്ടേൺ കൊടുത്തെങ്കിൽ മാത്രമേ ആ വാല്യൂ ഇങ്ങോട്ട് വരുള്ളൂ. സോ ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിൻ്റ് ഓഫ് ആഫ്റ്റർ സ്വാപ്പിംഗ് എന്ന് പറയുമ്പം എക്സിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വന്നിട്ടില്ല. എക്സ് വൈ പ്രിൻ്റ് ചെയ്യുമ്പം 10, 20 തന്നെ പ്രിൻ്റ് ചെയ്യും. കാരണം ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വാല്യൂ കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അതാണ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ സ്വാപ്പ് ഓഫ് എക്സ് വൈയിലെ എക്സും വൈയുമാണ്. ഇതിൻ്റെ വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ടുള്ള എയിലും ബിയിലോട്ടും കോപ്പി ചെയ്യപ്പെടും. പക്ഷേ ഇവിടെ എന്ത് വ്യത്യാസം വന്നാലും എന്തിന് വ്യത്യാസം വരില്ല? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ വാല്യൂവിന് യാതൊരു വ്യത്യാസവും വരില്ല. ഇതാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ യഥാർത്ഥത്തിൽ ഇൻ്റർചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ ആയിട്ടുള്ള എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അത് തന്നെയാണ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെ വാല്യൂ തന്നെ, ദാറ്റ് ഈസ് 10ഉം 20ഉം തന്നെയാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ കോൾ ബൈ വാല്യൂ. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമുക്ക് 4 തരത്തിൽ എഴുതാം. 4ലും പ്രത്യേകതകൾ പലതുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നോ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. രണ്ടാമത്തെ എന്ന് പറയുന്നത് നോ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ബട്ട് റിട്ടേൺ വാല്യൂ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ബട്ട് നോട്ട് റിട്ടേൺ വാല്യൂ. നാലാമത്തെ എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് പാസ്ഡ് വിത്ത് റിട്ടേൺ വാല്യൂസ്. നമ്മളിത് ഓരോന്നും കാണാൻ പോവുകയാണ്. ആദ്യത്തെ കാണാൻ പോകുന്നത് നോ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകില്ല, ആൻഡ് നോ റിട്ടേൺ വാല്യൂ. എന്താ നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കേസാണ്, ദറ്റ് ഈസ് നോ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. മൊത്തം എക്സാമ്പിൾ പറയുന്നില്ല, പക്ഷെ നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം, എന്താ സംഭവിക്കുന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് void add. എനിക്ക് 2 നമ്പേഴ്സിനെ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് റീഡ് ചെയ്തിട്ട് അതിൻ്റെ സം പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ void add എന്ന് കൊടുത്തു. അതിനുശേഷം ഇൻറ്റ് a, b, സം എന്ന് കൊടുത്തു. printf enter the values of
എ ആൻഡ് ബി എന്ന് കൊടുത്തു. scanf %d comma ampersand a comma ampersand b. സോ രണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്യാനുള്ള കമാൻഡ് എഴുതി. എന്നിട്ട് എഴുതി സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. എന്നിട്ട് printf sum is equal to %d comma sum. സോ നിങ്ങളോട് നോക്കിയാൽ അറിയാം, ഇവിടെ ഞാൻ മൊത്തം കമാൻഡ് എഴുതിയിട്ടില്ല, ആ ഫംഗ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ, ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിനെ റീഡ് ചെയ്യുക, അതിൻ്റെ സം പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ കേസ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ആദ്യത്തേത് നോ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. നിങ്ങളിവിടെ നോക്കുക, റിട്ടേൺ ടൈപ്പാണ് ആദ്യം കൊടുക്കേണ്ട ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പോൾ. അപ്പം നോ റിട്ടേൺ വാല്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, അവിടെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് 0 അപ്പോൾ 0യ്ക്ക് പകരം നമ്മൾ കൊടുക്കുന്ന ഇതാണ് വോയിഡ് എന്ന് പറഞ്ഞാൽ. വോയിഡ് എന്ന് വെച്ചാൽ 0യ്ക്ക് തുല്യമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ഈ ബ്രാക്കറ്റിനകത്ത് ഒരു പാരാമീറ്റേഴ്സും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നോ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ്, ഒരു ആർഗ്യുമെൻറ്റ്സും ഇതിനകത്ത് നമ്മൾ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിൽ നമുക്ക് ഫംഗ്ഷൻ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? നമ്മൾ നമ്പേഴ്സിനെ റീഡ് ചെയ്യേണ്ട അവസ്ഥ വരും. റീഡ് ചെയ്തതിന് ശേഷം ആ കാൽക്കുലേഷൻ നടത്തണം. കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം ആ സമ്മ് അവിടെ പ്രിൻ്റ് ചെയ്യണം. കാരണം റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെ ആണ് നമ്മൾ പറയുന്ന ആദ്യത്തെ കേസ് നോ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ്, ഒരു ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ നോ റിട്ടേൺ വാല്യൂ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നോ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ്. അപ്പം ഇവിടെ മാറ്റം വരുത്തേണ്ട സെയിം പ്രോഗ്രാം തന്നെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് കാണിക്കാം. ഇവിടെ നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നോ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ആണ്. പക്ഷേ എന്തുണ്ട്? ബട്ട് റിട്ടേൺ വാല്യൂ ഉണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഈ വോയിഡ് എന്നുള്ളത് ഇവിടെ മാറ്റും. പകരം എന്ത് കൊടുക്കും? ഇൻറ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പ് കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇൻറ്റ് എന്ന് കൊടുത്തു. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താ? ബാക്കി റീഡ് ചെയ്യുകയും ഇതെല്ലാം സെയിം ആയിട്ട് തന്നെ വരും. വ്യത്യാസം വരുന്ന ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ റിട്ടേൺ ടൈപ്പ് ഉണ്ട്. സോ വാല്യൂ തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്തിരിക്കണം. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇതിനകത്ത് ഒഴിവാക്കും. പകരം നമ്മൾ എന്ത് കൊടുക്കും? റിട്ടേൺ സം എന്ന് കൊടുക്കും. സോ ഈ വ്യത്യാസമാണുള്ളത് രണ്ടാമത്തേനകത്തുള്ളത്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂസിനെ റീഡ് ചെയ്യുന്നുണ്ട്, ആ വാല്യൂസിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ പ്രോസസ്സിങ് നടത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ റിസൾട്ട് അവിടെ പ്രിൻ്റ് ചെയ്യുന്നില്ല നേരത്തെ പോലെ. ആ റിസൾട്ടിനെ എന്താ ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ള ഫങ്ഷൻസ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്ന പേരാണ് നോ ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ്. ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിട്ടില്ല, പക്ഷേ എന്തുണ്ട്? ബട്ട് റിട്ടേൺ വാല്യൂ ഉണ്ട്. ഓക്കെ, ഇവിടെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് സമ്മാണ്. സമ്മിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ് ആണ് എന്നുള്ളത് ഓർക്കുക. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഞാൻ ഫുൾ പ്രോഗ്രാം എഴുതിയിട്ടില്ല, ആ ഫംഗ്ഷൻ്റെ ഇത് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ദ സെക്കൻഡ് ടൈപ്പ്. സോ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ആണ്. എന്താണ്? ആർഗ്യുമെൻറ്റ്സ് പാസ്ഡ് ബട്ട് നോട്ട് റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സെക്കൻഡിൽ നിന്നുള്ള മോഡിഫിക്കേഷൻ വരുത്താണ്. സെയിം പ്രോഗ്രാം തന്നെ. റിട്ടേൺ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്ത് കൊടുത്തു? വോയിഡ് എന്ന് കൊടുത്തു. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുകയാണ്. ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. സോ ഞാൻ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ എയും ബിയും ഒന്നും റീഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഇവിടെ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് റീഡ് ചെയ്ത് വരുന്നുണ്ടാവും. സോ എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യമില്ല, എനിക്ക് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഞാൻ ഡിക്ലറേഷൻ എയും ബിയുടെ ഡിക്ലറേഷൻ കളഞ്ഞു. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇതുപോലെ പ്രിൻ്റ്എഫും സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യാതൊരു ആവശ്യമില്ല. ഞാൻ ആ പ്രിൻ്റ്എഫും സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻറ്റും കളഞ്ഞു. കാരണം മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ
ഈ ഫംഗ്ഷനെ കോൾ ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാല്യൂസ് ഈ ആർഗ്യുമെന്റ്സിലേക്ക് വരും. പക്ഷേ പ്രോസസ്സിങ് ചെയ്യണം. സോ സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി അതുപോലെ തന്നെ കിടക്കും. പിന്നെ ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ല, അല്ലെങ്കിൽ നോ റിട്ടേൺ വാല്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ട് ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യണം. സോ ഞാൻ കൊടുക്കും പ്രിന്റ് എഫ് sum is equal to sum is equal to percentage d comma sum. അപ്പം സം അവിടെ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ ടൈപ്പ് തന്നെ ഇങ്ങനെയായിരുന്നു. ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? റിട്ടേൺ വാല്യൂ ഇല്ല. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഇങ്ങനെയൊക്കെ ഓരോ ടൈപ്പ് വരുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് ആ സെയിം കോഡിൽ തന്നെ വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് കാൽക്കുലേഷൻ നടക്കുന്നു. റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തതുകൊണ്ട് സം അവിടെ തന്നെ പ്രിന്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ തേർഡ് ടൈപ്പ്. സോ ദ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ആർഗ്യുമെന്റ്സ് പാസ്ഡ് വിത്ത് റിട്ടേൺ വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റിട്ടേൺ വാല്യൂ ഉണ്ടാകും, അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ ടൈപ്പിൽ നിന്ന് എന്ത് വ്യത്യാസങ്ങളാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. റിട്ടേൺ വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ഇൻറ്റെന്ന് കൊടുത്തു. അതേപോലെ തന്നെ ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ട്, അപ്പം അത് അതുപോലെ തന്നെ കൊടുത്തു. പിന്നെ സം എന്നുള്ളത് അതുപോലെ തന്നെ കൊടുക്കൂ. സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നുള്ളതും കൊടുത്തു. ഇവിടെ റിട്ടേൺ വാല്യൂ ഉള്ളത് കൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പകരം എന്താ വേണ്ടത്? റിട്ടേൺ സം. അപ്പോൾ നിങ്ങൾ നോക്കുക, നാലാമത്തെ എന്ന് പറയുന്നത് ആർഗ്യുമെന്റ്സ് പാസ്ഡ് വിത്ത് റിട്ടേൺ വാല്യൂ. റിട്ടേൺ വാല്യൂ ഉള്ളത് കൊണ്ട് ആദ്യം ഇൻറ്റ് ആക്കി, ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നതുകൊണ്ട് ഇൻറ്റ് എന്നും ഇൻറ്റ് ബി എന്നും കൊടുത്തു. അവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ ഡയറക്റ്റ് ആയിട്ട് നമുക്കവിടെ സമ്മ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. റിട്ടേൺ വാല്യൂ ഉള്ളത് കൊണ്ട് റിട്ടേൺ സം എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നാലാമത്തെ ടൈപ്പ്, ദാറ്റ് ഈസ് ആർഗ്യുമെന്റ്സ് പാസ്ഡ് വിത്ത് റിട്ടേൺ വാല്യൂ. സോ നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് പറയുന്നത് ബേസിക്കലി ആദ്യം പഠിച്ചതെന്ന് പറയുന്നത് ഈ കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതം നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തരത്തിലുള്ള യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്നത്, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് ആ കോഡിൽ വരുന്നത് എന്നുള്ളത് പഠിച്ചു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.